ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാലൊഴിച്ച ഒരു മീൻ കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. കൊടംപുളി ഒരു 4 കഷ്ണം വെള്ളത്തിലിട്ട് മാറ്റി വെച്ചു. മീൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കറുത്ത ആവോലിയാണ്. ദശ കട്ടിയുള്ള മീനാണിത്. നല്ല സ്ലൈസ് ആക്കി ഒരു 1/2 കിലോ അളവിൽ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചു. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ബാക്കി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു തരാം. ചട്ടിയിലാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും ഒരു സവാള, ചെറിയ സവാള മതി. ഈ സവാള സ്ലൈസ് ആക്കി മുറിച്ച് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴങ്ങി വരട്ടെ. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ സവാള വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇവിടെ അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും 2 വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ചെറുതാണെങ്കിൽ ഒരു 4 അല്ലി എടുക്കാം. ഇതിപ്പോൾ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 2 എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഒരല്പം വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ മിക്സിയിൽ അരച്ചെടുത്തത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് നമ്മൾ സവാളയിലേക്ക്, വഴങ്ങിക്കൊണ്ടിരിക്കുന്ന സവാളയിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നല്ലപോലെ നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കാം. ഒരു തണ്ട് കരിവേപ്പിലയും ചേർത്ത് നമുക്ക് ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ നന്നായി തക്കാളിയും പച്ചമുളകും സവാളയും ഒക്കെ കൂടെ ഒന്ന് വാടി വരട്ടെ. പച്ചമണമൊക്കെ മാറി വാടി വരട്ടെ. തീ കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു കാര്യം ചെയ്യാം. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കേണ്ടതുണ്ട്. മുളക് പൊടി 3 ടീസ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി നിറച്ച് 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കണ്ടോ, നല്ല കുഴമ്പ് പാകത്തിൽ നമ്മളൊന്ന് അരച്ചെടുത്തു. ഓൾറെഡി ഇത് നമ്മൾ പേസ്റ്റാക്കി എടുക്കുമ്പോൾ ഒരു കുഴമ്പ് പരുവത്തിൽ കിട്ടും. എങ്കിൽ കൂടിയും ഒന്ന് മിക്സിയിൽ അരച്ചെടുത്താൽ കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഈ ഒരു മിക്സ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴങ്ങി കിട്ടട്ടെ. തക്കാളിയും സവാളയും പച്ചമുളകും ഒക്കെ കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴങ്ങി വരട്ടെ. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് പൗഡർ കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ചൂടുവെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ കട്ട കെട്ടാതെ പെട്ടെന്ന് തന്നെ നമുക്കത് കുഴമ്പ് രൂപത്തിൽ കിട്ടും. നല്ല പച്ച തേങ്ങയുടെ തേങ്ങാപ്പാൽ കിട്ടുകയാണെങ്കിലും അതും ബെസ്റ്റാണ്. ഇവിടെ അതില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിരിക്കുന്നത്. കാരണം ഇത്തിരി കൊഴുപ്പ് ഈ ഒരു കോക്കനട്ട് മിൽക്ക് പൗഡറിൽ കിട്ടും. അതുകൊണ്ടിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ കട്ട കെട്ടാതെ നമുക്കത് എടുക്കാം. കണ്ടോ, എണ്ണ തെളിഞ്ഞു. നമ്മുടെ മസാലയുടെ കുത്തുമണമൊക്കെ മാറി നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ചട്ടിയിൽ വേവിക്കുമ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക സ്വാദ് തന്നെ കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല ഒരു കറിയാണ്. വളരെ സ്വാദിഷ്ടമായ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ കറിയാണിത്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കുറുകി വരും ഇത്, കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴേക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കാൻ കേട്ടോ. ഇനി ഇതിലേക്ക് ഒന്ന് നൊര വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. കണ്ടോ, മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. പകുതിയോളം മീൻ ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി കേട്ടോ. അപ്പോൾ നല്ല പോലെ മീനൊക്കെ കറക്കിയിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കൊടംപുളി അതിട്ട് കൊടുക്കണം. വാളംപുളിയല്ല, കൊടംപുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം.
കണ്ടോ? ഈ ചാറൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ചുകൂടെ കുറുകും കേട്ടോ. ഉപ്പ് പാകം നോക്കി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് അടച്ചു മൂടി വെച്ച് തിളപ്പിക്കാം. തിള വരുമ്പോഴേക്കും മൂടിയെടുത്ത് മാറ്റണേ. ഇപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് പൊയ്ക്കളയരുത്, അടുപ്പിനടുത്ത് തന്നെ നിൽക്കുക. തിള വരുന്ന നോക്കുക. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഒരു 4 ഉള്ളി ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. ഏകദേശം ഒക്കെ ഇപ്പോൾ തിള വരുന്നുണ്ട്. പതുക്കെ നമുക്ക് ഈ മൂടി ഒന്ന് എടുത്ത് മാറ്റാം. ഉള്ളി ഇവിടെ അരിഞ്ഞുകൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. താളിക്കണമല്ലോ, കറി താളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിള വരുന്ന ആ സമയം കൊണ്ട് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് താളിക്കുകയും ചെയ്യാം. ഇപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തു കേട്ടോ. ഞാൻ അടുപ്പ് ഓഫ് ചെയ്ത ശേഷം നമ്മൾ താളിക്കാനുള്ള പാത്രം വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു. നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും ചെറുള്ളിയും കൂടിയിട്ടാണ് നമ്മൾ താളിക്കുന്നത്. സവാള ഇടരുത്, താളിക്കാൻ നേരത്ത് ചെറുള്ളി തന്നെ ഇടണം കേട്ടോ. നമ്മുടെ കറി ഇപ്പോൾ പാകമായിട്ട് അടച്ചു മൂടി വെച്ചിട്ടുണ്ട്. അടുപ്പ് ഓഫ് ചെയ്തു ഞാൻ. അതിനുശേഷമാണ് താളിപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ ഉള്ളി മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു തണ്ട് കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മൂത്ത ഉള്ളി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ? കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ അടച്ചു മൂടണം കേട്ടോ. എപ്പോഴും നമ്മൾ കറിയിലേക്ക് ഇങ്ങനെ താളിച്ചൊഴിക്കുമ്പം അതിൻ്റെ ആവി പുറത്ത് പോവാതെ ഉടനെ തന്നെ മൂടി വെക്കണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ? തുറന്നു നോക്കി. നല്ല സ്വാദുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ കറിയാണിത്. മീൻ കറി എങ്ങനെ വെച്ചാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. സീ ഫുഡ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നോൺ വെജിൽ നമ്മൾ മീറ്റൊക്കെ കഴിക്കുന്നതിനേക്കാളൊക്കെ ഫിഷ് ഐറ്റംസ്, സീ ഫുഡ് ഐറ്റംസ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്, ചോറുണ്ണാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് മീൻകറിയും ചോറും എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേക ഇഷ്ട വിഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ സ്വാദിഷ്ടമായ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച ഫിഷ് കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പം ചോറും മീൻ വറുത്തതും ഈ മീൻ കറിയൊക്കെ കൂട്ടി ഞാനൊന്ന് ചോറുണ്ണട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും സമയത്ത് ആഹാരം കഴിക്കുക. താങ്ക് യു വെരി മച്ച്.